ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഒരിക്കൽ സോക്രട്ടീസിനെ കാണുവാൻ ധനാഢ്യനായ ഒരു വലിയ വ്യാപാരി എത്തിച്ചേർന്നു. സോക്രട്ടീസ് ഉപചാരപൂർവ്വം അയാളെ പഴയ ബെഞ്ചിൽ ഉപവിഷ്ടനാക്കുവാൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞു, വില കൂടിയതും കൊത്തുപണികളുള്ളതുമായ ഇരിപ്പിടങ്ങളിൽ മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. സോക്രട്ടീസ് പുഞ്ചിരി തൂകിക്കൊണ്ട് അകത്തേക്ക് പോയി. ഭൂലോകത്തിൻ്റെ ഒരു വലിയ മാപ്പുമായി തിരികെ വന്ന് അത് നിവർത്തി വ്യാപാരിയോട് ചോദിച്ചു, ഈ മാപ്പിൽ ഏഥൻസിൻ്റെ സ്ഥാനം ഒന്ന് കണ്ടെത്താമോ? വളരെ നേരത്തെ ശ്രമഫലമായി വ്യാപാരി അത് കണ്ടുപിടിച്ചു. വീണ്ടും ചോദിച്ചു, ഇതിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെയും നിങ്ങളുടെയും സ്ഥാനം കൂടെ കണ്ടുപിടിക്കാമോ? വ്യാപാരിക്ക് അത് കഴിഞ്ഞില്ല. അങ്ങനെ ധനാഢ്യനായ ആ വ്യാപാരിക്ക് ഈ ഭൂലോകത്തിൽ തൻ്റെ സ്ഥാനവും വലിപ്പവും എത്രയോ നിസ്സാരമാണെന്ന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം സോക്രട്ടീസിൻ്റെ ശിഷ്യനായി തീർന്നു. 4 കാശ് കയ്യിലുണ്ടായതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹതി താനാണെന്ന് നിരൂപിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെയും ഈ മൂഢ സ്വർഗത്തിലാണ് പാർക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ സോക്രട്ടീസിനെ പോലെ ഉന്നത ദർശനമുള്ളവരുടെ സേവനം ആവശ്യമാണ്. ഇന്നും തങ്ങളുടെ ധനത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർ കുറവല്ല. യഥാർത്ഥത്തിൽ ദരിദ്രർക്ക് അവകാശപ്പെട്ടതും കൂടെ കൈവശപ്പെടുത്തിയാണ് അവർ ധനികരെന്ന് അഹങ്കരിക്കുന്നത്. പക്ഷേ തങ്ങളുടെ ധനമാഹാത്മ്യം എത്രയോ നിസ്സാരമെന്ന് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അനേകരെ അങ്ങനെയുള്ള പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ദുരിതങ്ങൾ ധനവാന്മാർ മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്. അനവധി ദരിദ്രർക്കും അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാവും. എന്നാൽ അവയെല്ലാം സർവ്വലോകത്തിനുമുള്ള പാഠങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായ നിലയിൽ പഠിക്കുവാനുള്ള പാഠങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. തട്ടിപ്പിലൂടെയും തന്ത്രങ്ങളിലൂടെയും ധനവാന്മാരാകുവാൻ ശ്രമിച്ചിട്ടുള്ള പലരും ജയിലുകളിൽ അങ്ങനെയുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ അങ്ങനെയുള്ള പാഠങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ പഠിക്കേണ്ടതായി വരും. മനുഷ്യൻ തൻ്റെ നിസാരാവസ്ഥയെ വിസ്മരിക്കുന്ന എല്ലായിടങ്ങളിലും ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രകൃതി ദുരന്തങ്ങൾ ആവണമെന്നില്ല, മറ്റും അനവധി ദുരന്തങ്ങൾ നാം തന്നെ സൃഷ്ടിക്കാറുണ്ട്. അക്രമം, പീഡനം, കൊലപാതകം തുടങ്ങിയുള്ള ക്രൂരകൃത്യങ്ങളുടെ ഫലമായുള്ള ദുരന്തങ്ങൾ. അവരനെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാൻ കഴിയാത്തവർ നിരവധി ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയിലൂടെയും നമുക്ക് പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. നമുക്കുള്ള ധനവും സ്ഥാനമാനങ്ങളും നമ്മുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കുവാനാണെന്ന് ഗ്രഹിക്കാത്ത ഏത് മനുഷ്യനും ഒരു ദുരന്തം തന്നെയാണ്. സമൂഹത്തിൻ്റെ അനുഗ്രഹത്തിനായി നമ്മെയും നമുക്കുള്ളവയെയും സമർപ്പിക്കുവാൻ കഴിയുന്നവരാണ് അനുഗ്രഹീതർ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പുതിയ ദിവസത്തിൻ്റെ യാത്ര നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായ നന്ദിയുടെ സ്തോത്രം. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് അതിനെ സാധ്യമാക്കണമേ. മറ്റുള്ളവർ എന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് എല്ലായ്പ്പോഴും എണ്ണുവാൻ തക്കവണ്ണമുള്ള കൃപ തന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.